ഹലോ സി പി സ്ക്വാഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മ ഇപ്പൊ ഇല്ലതെന്ന് പറഞ്ഞാൽ 2026 ഇയർ അല്ല, iOS 2026 അപ്പൊ ഈ പുതിയ iOS 26 ഫീച്ചേഴ്സ് വരുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് ഈ ഒരു ഗ്ലാസ് ഡിസൈൻ ആണ്. ഈ വാൾപേപ്പർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഈ നോട്ടിഫിക്കേഷൻസ് ഇല്ലേ, ഇതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങനെ മേലെ പോകുന്ന പോലെയും അതുപോലെ തന്നെ ഫുള്ളും ഗ്ലാസ് ഡിസൈനാ മെയിൻ ആയിട്ട് ഇവരെ ഇത്. അപ്പൊ ഇതാ i5 അപ്പൊ നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങളോട് പ്രത്യേകം പറയാനെന്ന് വെച്ചാൽ ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. എന്തുകൊണ്ട് പറയാന്ന് വെച്ചാൽ ഇതൊരു ബീറ്റ വേർഷൻ ആണ്. പറയാൻ കാരണം വെച്ചാൽ എന്റെ 16 Pro Max തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമ്മളൊരു ഫ്രണ്ടിന്റെ ആണ്. അപ്പോ ഓൻ അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കി, കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, സാധനം സെറ്റ് ആണ്. ഇതുവരെ ബഗ് കാര്യങ്ങളൊന്നും ബാറ്ററി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആരും ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കണ്ട, ഇത് ഒഫീഷ്യൽ വേർഷൻ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ ഫീച്ചേഴ്സ് എല്ലാം പറയാനാണ് വന്നിട്ടില്ലേ. അപ്പൊ ഇതിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കോൾ ഓപ്ഷൻസ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫേവറേറ്റ്സ് കാര്യങ്ങൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഒരു ഫേവറേറ്റ്സും കാര്യങ്ങളും അതുപോലെ UI നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്ലാസ് ഡിസൈൻ ഇല്ലേ, ഇതാണ് ഈ സംഭവം. ഒരു നല്ല നമ്മൾ ശരിക്കും ഒരു ഗ്ലാസ് അതന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു മുമ്പത്തെ ആ ഒരു കീപാഡ് ഫീച്ചേഴ്സ് അതുകൊണ്ട്, പിന്നെ സെർച്ച് ഇൻഡെക്സ് കുറച്ചുകൂടി കുറച്ചുകൂടി ഓപ്റ്റിമൈസ് ആയിട്ടും അതുപോലെ എളുപ്പമായിട്ടും ആക്കിയിട്ടുണ്ട്. ആ സെർച്ച് ബാർ ഇല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഇവിടെ പോയിട്ട് നിൽക്കുന്ന സെർച്ച് ഇപ്പൊ സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെ നിൽക്കാനില്ല, അത് നല്ലൊരു ഉപകാരമാണ്. അത് പറഞ്ഞ പോലെ സെർച്ച് ഒക്കെ ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ കീബോർഡ് കുറച്ച് നല്ല ലേഔട്ട് മാറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡാർക്ക് മോഡിൽ ഇട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ അപ്പോ ഈ ഒരു ലേഔട്ട് കണ്ട, പുതിയൊരു ലേഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറയിൽ കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ക്ലീൻ UI കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം നമുക്ക് ആ ഒരു സെറ്റിങ്സ് മുമ്പ് എന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് ഓപ്ഷൻസ് മാറ്റുന്ന കാര്യങ്ങളെല്ലാം വീഡിയോസിന്റെ ഇവിടെ തന്നെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് 60 ഫ്രെയിമോ 30 4K HD എന്താന്ന് വെച്ചാൽ നമുക്ക് മാറ്റാം. അതുപോലെ അതും ഒരു ഗ്ലാസ് ഡിസൈൻ ലുക്ക് ഉണ്ട്. അതുപോലെ ഫ്ലാഷ് കൺട്രോൾസ്, പിന്നെ നമ്മളെ മറ്റേ കൺട്രോൾസ്, എക്സ്പോഷേഴ്സ് കാര്യങ്ങള്, പിന്നെ ആക്ഷൻ മോഡ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് വീഡിയോസിന്റെ ഭാഗമായിട്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഗ്ലാസ് ഡിസൈൻ സെയിം നമുക്ക് പോർട്രേറ്റ്, വീഡിയോ, സിനിമാറ്റിക്, സ്ലോമോ, അതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഫോട്ടോസിലേക്ക് കിടക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷൻസിൽ, പിന്നെ സ്റ്റൈല്, എക്സ്പോഷർ, ആസ്പെക്ട് റേഷ്യോ എല്ലാം നമുക്ക് ഒരു ഗ്ലാസ് ഡിസൈൻ നമുക്ക് എളുപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ പുതിയ അപ്ഡേറ്റിൽ നമുക്കൊരു സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ലൊരു UI ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ ഒരു നല്ലൊരു സുഖം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിംഗ്സിലേക്ക് കിടക്കാം. അപ്പൊ സെറ്റിംഗ്സിൽ പുതിയ ഒന്ന് വെച്ചാൽ ഈ ഇന്റർഫേസ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ നല്ല നീറ്റ് ആയിട്ടുണ്ട് UI. അതായത് സെയിം കണ്ട സെർച്ചില് നമ്മൾ ആ ഒരു ഗ്ലാസ് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ആ ഒരു നല്ലൊരു രസമുണ്ട്. അതായത് സെർച്ച് നമ്മൾ കയ്യിൽ ഒതുങ്ങിയിട്ട് തന്നെ വന്ന മുമ്പെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷെ ഇതിപ്പോ കയ്യിൽ താഴെ തന്നെ വന്നോണ്ട് നല്ല തന്നെ. പിന്നെ അതുപോലെ ബാറ്ററി ഇന്റലിജൻസ് വന്നിട്ടുണ്ട്. ബാറ്ററി ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുള്ള് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് AI ഫീച്ചേഴ്സ് വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചാർജ് കുത്തുന്നുണ്ടെങ്കിൽ അത് പിന്നെ എത്ര ടൈം കൊണ്ട് കയറും, എത്ര മിനിറ്റിൽ കറക്റ്റ് അതേപോലെ തന്നെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്, കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺട്രോൾസ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ്സിൽ പിന്നെ ഇത് 15 ആയതുകൊണ്ട് നമ്മളെ മറ്റേ പുതിയ സിറി കാണാൻ പറ്റുന്നില്ല. 16 സീരീസിന് മുകളിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഗാലറിയിലേക്ക് എടുക്കാം. ഗാലറിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സെർച്ച് ആ ഒരു ഓപ്ഷൻ നമുക്ക് കയ്യിന്റെ അടുത്ത് തന്നെ. അതുപോലെ ഇതാണ് ഈ ഗ്ലാസ് ഡിസൈൻ, അത് ഇവിടെ തന്നെ. പിന്നെ ലൈബ്രറി നല്ല രസമുണ്ട്, ലൈബ്രറി. പിന്നെ ഈ സെർച്ച് ഇൻഡെക്സ് അത് മേലെ കണ്ട ആ സെലക്ടിന്റെ ആ നല്ല ഒരു ഗ്ലാസിന്റെ പോകുന്നുണ്ടോ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് ഈ ഒരു ഫോട്ടോസ് ആപ്പില്. പിന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറച്ച് സ്പീഡ് വന്നിട്ടുണ്ട്, പിന്നെ എളുപ്പമായിട്ടുണ്ട് ഫോട്ടോസിന്റെ ആ ഒരു ഓപ്ഷൻസ്. പിന്നെ മുമ്പത്തെ ആ ഒരു ഇതന്നെ ഈ ഒരു ഇന്റർഫേസിന്റെ വരുന്നത്. അപ്പം ഇതാണ് പുതിയ iOS 26 വിശേഷങ്ങള്. അപ്പോ വേറെ ഒന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. പുതിയ അപ്ഡേറ്റ്സ് ബീറ്റ വരുമ്പോൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുതിയ വരും. അപ്പൊ ആ സമയത്ത് ഞാൻ നിങ്ങളെ പിന്നെ അറിയിക്കുന്നതാണ്. അപ്പം വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.